Hi, здравствуйте. Fantastic, dobre utro. It's wonderful to be here in Moscow. And ellarkum oru uddesham, you Moscow le vande, how did you manage Onam? Let me show you. I had this lovely parippu vada. We had great times. We had wonderful paisam. E polte parippu vada. Where will you get? In Moscow, right here, made especially by Amma and Leti. Very tasty, right? I love Russia. I love Moscow. It's been a wonderful experience here. Karnam, everybody has been so hospitable. What is Moscow like and how will it be during Onam? Ask us. We had a fabulous show. All the girls, the dancers are just unbelievable. All the Russian dancers, Mohiniyattam, Bharatanatyam, Spasiba, Dasvidanya, all together, just unbelievable. Great time to spend, great place to spend Onam. Don't forget, the most important thing about this whole trip and Onam is getting together, feeling together, eating together. Paisam, oh my God, right here in Moscow. Brilliant experience, and I recommend it to everybody who believes in friendship. People, the friendship evade gettum. So many miles away, and it's almost autumn time now. You can see the beautiful leaves turning to brown, but the hearts remain young and evergreen forever. Come to Moscow. Kalinka, Kalinka, Kalinka Maya, Sadhuyagadam Malinka, Malinka Maya. Kalinka, Kalina, Kalinka, Kalina, Kalinka, Kalinka, Kalinka Maya. അത്യാധുനികതയുടെ പുറംചട്ട അണിയുമ്പോഴും തനതായ സാംസ്കാരിക പൈതൃകം കാത്തു സൂക്ഷിക്കാനായിരിക്കുന്നു എന്നതാണ് റഷ്യയെ, പ്രത്യേകിച്ച് മോസ്കോവിനെയും സെയിന്റ് പീറ്റേഴ്സ്ബർഗിനെയും മറ്റ് ലോക നഗരങ്ങളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത്. കലാകാരന്മാരുടെ വഴിയോര പ്രകടനങ്ങളിലൂടെ കണ്ണോടിക്കാതെ ഒരാൾക്കും ആർബാത്ത് എന്ന പ്രധാന നിരത്തിലൂടെ കടന്നുപോകാനാവില്ല. കലയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയ്ക്ക് ആർബാത്ത് പോലെ മറ്റൊരിടം ലോകത്തെവിടെയും ഉണ്ടാകും. റഷ്യയുടെ ഭരണ സ്ഥിരാകേന്ദ്രം പഴയ ക്രെംലിൻ കൊട്ടാരവളപ്പാണ്. വിഖ്യാതമായ സെയിന്റ് ബാസിൽസ് പള്ളി, ലെനിൻ മുസോളിയം എന്നിവ ഇതിനുള്ളിലാണ്. രണ്ടാം ലോക മഹായുദ്ധ സ്മാരക പാർക്കും അണയാദ്വീപവും നിത്യേന ആയിരക്കണക്കിന് ആളുകളുടെ സന്ദർശന കേന്ദ്രമാണ്. അണയാദ്വീപത്തിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരുടെ മണിക്കൂർ ഇടവിട്ടുള്ള പരമ്പരാഗതമായ ചേഞ്ച് ഓഫ് ഗാർഡ് ഒരു പ്രത്യേക അനുഭവമാണ്. ഇതിഹാസ നായകരായ ലെനിൻ, സ്റ്റാലിൻ, സാർ ചക്രവർത്തിമാരുടെയും സാറീനമാരുടെയും വേഷവിധാനങ്ങൾ അണിഞ്ഞ നിരവധി കലാകാരന്മാർ ക്രെംലിൻ പരിസരത്തുണ്ട്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം നിർമ്മിച്ച ഒരേ രീതിയിലുള്ള 7 കെട്ടിടങ്ങളിലൊന്നാണ് മോസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. സർവകലാശാലയുടെ മുന്നിലെ ലെനിൻ കുന്ന് അഥവാ സ്പാരോ ഹിൽസ് വിവാഹാനന്തര ചടങ്ങുകൾക്കുള്ള വേദികളിൽ ഒന്നാണ്. ആർബാത്തിൽ മാത്രമല്ല പാട്ടും ഡാൻസും ഉള്ളത്. വഴിയോര റെസ്റ്റോറൻറ്റുകൾക്ക് മുന്നിലൊക്കെ വാദ്യോപകരണ ഘോഷവും ജിംനാസ്റ്റിക്സും ഉൾപ്പെടെയുള്ള അഭ്യാസ പ്രകടനങ്ങളും സർവ്വസാധാരണം. ലെനിൻ്റെ ശവകുടീരം ഉൾപ്പെടുന്ന റെഡ് സ്ക്വയറും വിവാഹാഘോഷവേദിയാണ്. ചരിത്ര സംഭവങ്ങളെയും മുഹൂർത്തങ്ങളെയും വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന നിരവധി മ്യൂസിയങ്ങളും പാർക്കുകളും പ്രതിമകളും മോസ്കോയിലെ കാഴ്ചയാണ്. ഡാർവിൻ മ്യൂസിയത്തിൽ പക്ഷിമൃഗാദികളുടെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളും നരവംശാസ്ത്രജ്ഞരുടെ പാഠ്യവിഷയങ്ങളായ രൂപങ്ങളുമുണ്ട്. കമ്മ്യൂണിസത്തിന്റെ പിന്മാറ്റത്തോടെ ലെനിൻ വിസ്മൃതിയിലായി എന്ന് കരുതുന്നവർക്ക് തെറ്റും. ലെനിൻ പ്രതിമകൾ മോസ്കോയിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഒക്ടോബർ സ്ക്വയറിൽ സ്റ്റേറ്റ് ലൈബ്രറിക്ക് മുന്നിൽ ലെനിൻ്റെ വിവിധ രൂപഭാവങ്ങളുടെ പ്രതിമാശേഖരം തന്നെയുണ്ട്. റഷ്യയെ കമ്മ്യൂണിസ്റ്റ് ദുർഭൂതം പിടികൂടിയെന്ന് ആക്ഷേപിച്ച് പള്ളികൾ തകർത്തു എന്നാരോപിച്ചവർക്ക് മറുപടി എന്നോണം നിരവധി അതിപുരാതന പള്ളികൾ നിർമ്മാണ വൈവിധ്യങ്ങളുമായി തലയുയർത്തി നിൽക്കുന്ന നഗരമാണ് മോസ്കോ. രാജ് കപൂർ, അമിതാഭ് ബച്ചൻ, ഷാറൂഖ് ഖാൻ എന്നിവരെ ആരാധനാമൂർത്തികളായി കൊണ്ടു നടക്കുന്ന നിരവധി റഷ്യൻ നർത്തക സംഘങ്ങളുണ്ട് ഇവിടെ.
മോഹിനിയാട്ടം, ഭരതനാട്യം തുടങ്ങിയ നമ്മുടെ ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ അതിവിദഗ്ധമായി അവതരിപ്പിക്കുന്ന റഷ്യൻ നർത്തകിമാർ കാഴ്ചവെച്ച തിരുവാതിര മലയാളി നർത്തകരെ തീർച്ചയായും കവച്ചുവെക്കും. ഹൗസ് ഓഫ് മ്യൂസിക്, സംഗീതത്തിൻ്റെ ഭവനം എന്ന പേരിലുള്ള തിയേറ്റർ ക്ലാസിക്കൽ നൃത്ത സംഗീത പരിപാടികളുടെ സ്ഥിരം വേദിയാണ്. ആഡംബര കാറുകൾ തലങ്ങും വിലങ്ങും പായുന്ന ആധുനിക റഷ്യയെക്കുറിച്ച് നമ്മുടെ മിഥ്യാധാരണകൾ ഒന്നൊന്നായി തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചകളാണ് മോസ്കോ നഗരത്തിലാകെ. റഷ്യയിൽ വളരെയേറെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു രാജ്യമാണ്. പല ബിസിനസ്സിലും പലരും റഷ്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ നല്ല ടൂറിസ്റ്റ് പ്ലേസുകളുള്ള ഒരു രാജ്യമാണ് റഷ്യ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് താല്പര്യമുള്ളവർക്കെല്ലാം റഷ്യയിൽ വന്ന് റഷ്യ കണ്ടു പോകണം. അതുപോലെ ഒരുപാട് റഷ്യൻസും നമ്മുടെ നാട്ടിലോട്ട് വരുന്നുണ്ട്. കേരളത്തിലോട്ടും പ്രത്യേകിച്ചും ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധ വിജയത്തെക്കുറിച്ച് റഷ്യക്കാർ കുറച്ചൊന്നുമല്ല ഊറ്റം കൊള്ളുന്നത്. ഈ ചരിത്ര മുഹൂർത്തത്തെ ഓർമ്മിപ്പിക്കുന്ന വിക്ടറി മെമ്മോറിയൽ പാർക്കും അതിനുള്ളിലെ റഷ്യൻ സൈനികോപകരണങ്ങളുടെ പ്രദർശനവും കാണുന്ന ഏതൊരാൾക്കും റഷ്യ എന്ന വൻ ശക്തിയുടെ പ്രതാപം ബോധ്യമാകും. വൈറ്റ് ഹൗസ് എന്ന് കേട്ടാൽ അമേരിക്കയെയും ഒബാമയെയും ഓർക്കുന്ന നമുക്ക് മോസ്കോയിലെ വൈറ്റ് ഹൗസ് മറ്റൊരത്ഭുതമാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് വെടിയുണ്ടകൾ കൊണ്ട് കരുവാളിച്ച പാർലമെന്റ് മന്ദിരത്തെ ആധുനിക റഷ്യയുടെ ഭരണാധികാരികൾ പുതുക്കിപ്പണിത് വർണ്ണാഭമാക്കിയിരിക്കുന്നു. രാവിലെ മോസ്കോയ്ക്ക് പകിട്ടേറും. പബ്ബുകളും ഡിസ്കോകളും ഷോപ്പിംഗ് മാളുകളും സജീവമാകും. കുടിക്കാനും തിന്നാനും ആർത്തുല്ലസിക്കാനുമായി ആളുകൾ രാവേറെ ചെലവഴിക്കും. അവധി ദിവസങ്ങളിൽ പാർട്ടികളുടെ പൂരമാണ്, ചെറുതും വലുതുമായവ. സംഗീത പരിപാടികളിൽ തുടങ്ങി ബെല്ലി ഡാൻസ് വരെ പോകും ആഘോഷത്തിമിർപ്പ്. എൻ്റെ പേര് ദിനേശ് നായരാണ്. ഞാൻ തിരുവനന്തപുരം വാസിയാണ്. ഇവിടെ മോസ്കോയിൽ വന്നിട്ട് 5 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം പ്രൈം മിനിസ്റ്റർ വന്നപ്പോൾ ഞാൻ തിരുവനന്തപുരത്തിലുണ്ടായിരുന്നു. ഐ വാസ് ആസ് എ പേഴ്സണൽ സ്റ്റാഫ്. 2-3 ദിവസം പുള്ളിക്കാരൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. വിവാഹങ്ങൾക്ക് മാത്രമായി ഒരു പാർക്ക് ഈ അടുത്ത് തുടങ്ങി. നഗരത്തിന് പുറത്തുള്ള സാർ ചക്രവർത്തിമാരുടെ പഴയ ഒഴിവുകാല കൊട്ടാരം കോടിക്കണക്കിന് റൂബിൾ ചിലവിട്ട് പാർക്കായി മാറ്റുകയായിരുന്നു. അവസാന ചക്രവർത്തിനി സർസീനിയുടെ പേരിലുള്ള പാർക്കിലും പൂന്തോട്ടത്തിലും വെള്ളച്ചാട്ടത്തിന് ചുറ്റുമായാണ് ആഘോഷ പരിപാടികളിൽ ഏറിയ പങ്ക്. വ്യത്യസ്ത മോഡലുകളിലുള്ള ലിമോസീനുകളിൽ വരുന്ന വധൂവരന്മാർക്കൊപ്പം ബന്ധുമിത്രാദികളും കൂടി ചേരുന്നതോടെ ഡാൻസും പാട്ടുമായി, ഒപ്പം ഷാംപെയിൻ കുപ്പികളുടെ കോർക്ക് പൊട്ടുന്ന ശബ്ദവും. ആഡംബരത്തിൻ്റെ കയ്യൊപ്പോടെ ആനന്ദജനകവും ഉല്ലാസപൂർണവുമായ ഒരൊഴിവുകാലം. അതാണ് റഷ്യൻ യാത്ര.